ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരേയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖബർ, ഈ ഒരു 3 അക്ഷരം കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതം മരണം എന്നിങ്ങനെ കേൾക്കുന്നത് പോലെ പലപ്പോഴും സംസാരങ്ങളിലും ആളുകളോടുള്ള ഇടപഴകലുകളിലുമെല്ലാം ഈ ഒരു ഖബർ എന്ന് പറയുന്ന വാക്കിനെക്കുറിച്ചോ അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചോ ചെറിയ രൂപത്തിലെങ്കിലും അറിയാത്തവർ ചുരുക്കമായിരിക്കും. പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ജീവിതഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഒരു ഘട്ടമാണ് ഖബർ ജീവിതം എന്നുള്ളത്, അല്ലെങ്കിൽ ബർസഖിയായ ജീവിതം എന്നുള്ളത്. പണ്ഡിതന്മാർ മനുഷ്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ 4 ഘട്ടങ്ങളായി മനുഷ്യ ജീവിതത്തെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, ഒരു പക്ഷേ 100 കൊല്ലങ്ങൾ, 1000 കൊല്ലം, 10000 കൊല്ലം നമുക്ക് നമ്മുടേതായ പേര് ലഭിക്കുന്നതിന് മുമ്പോ നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പോ ഉള്ള കാലഘട്ടം. ഒന്നുകൂടി പറഞ്ഞാൽ
നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ എത്തുന്നത് വരെയുള്ള കാലഘട്ടം, അതാണ് ജീവിതത്തിലെ ഒന്നാമത്തെ ഘട്ടമെങ്കിൽ ആ ഗർഭാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒന്നാമത്തെ ഘട്ടത്തെ എണ്ണുന്നത്. രണ്ടാമത്തെ ഒരു ഘട്ടത്തിലാണ് ശരിക്കും ഇപ്പോൾ നമ്മളുള്ളത്, നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള കാലം. ഒരു പക്ഷേ ഒന്നാമത്തെ ഘട്ടം കാലങ്ങളോളം കഴിഞ്ഞുപോയി. ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ ഒരു 10 മാസമോ അല്ലെങ്കിൽ 9 മാസവും 10 ദിവസമോ അല്ല, അതിനും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്നുമല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ ഒരു കണക്കുണ്ട്. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളതുപോലെ തന്നെ ഒരു ഡേറ്റ് ഓഫ് ഡെത്തുമുണ്ട്. അതൊരു പക്ഷേ 60 കൊല്ലമാവാം, 30 കൊല്ലമാവാം, വെറും 10 വർഷമാവാം, വളരെ ചുരുക്കം മാസങ്ങൾ മാത്രവുമാകാം. അതാണ് രണ്ടാമത്തെ ജീവിതത്തിൻ്റെ ഘട്ടം, ജനനം മുതൽ മരണം വരെ എന്നുള്ളത്. എന്നാൽ മൂന്നാമത്തെ ഒരു ഘട്ടമുണ്ട്. എന്നാണോ അയാൾ മരിക്കുന്നത് ആ മരണത്തോടുകൂടി അവസാനിക്കുന്ന മറ്റൊരു ജീവിതം, അതിനാണ് ബർസഖ് എന്ന് പറയുന്നത്. അതാണ് ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അത് ഏതുവരെ എന്ന് ചോദിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുവരെയാണ്. അതും നമുക്ക് കൃത്യമായ കണക്ക് പറയാൻ കഴിയൂല. എന്നാണോ ഖിയാമത്ത് നാൾ സംഭവിച്ച് കാഹളത്തിൽ ഊതപ്പെട്ട് എല്ലാവരും മരിച്ചതിന് ശേഷം വീണ്ടും ഒരു ഊത്ത് വന്ന് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മഹ്ശറിലേക്ക് എന്നാണോ ഒരുമിപ്പിക്കുന്നത് അതുവരെയുള്ള കാലഘട്ടം, അതാണ് ബർസഖിയായ കാലഘട്ടം. നാലാമത്തെ ജീവിതഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ബർസഖ് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റത് മുതൽ അയാൾ സൗഭാഗ്യവാനാണെങ്കിൽ അയാളുടെ വിചാരണയ്ക്ക് ശേഷം അയാൾ സ്വർഗത്തിലേക്ക് കടന്ന് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാലഘട്ടത്തിലും, അതല്ല അയാൾ ദൗർഭാഗ്യവാനാണെങ്കിൽ തോന്നിവാസിയായി ജീവിച്ചവനാണെങ്കിൽ അവൻ്റെ വിചാരണയ്ക്ക് ശേഷം അവൻ നരകത്തിലേക്ക് എത്തുന്നൊരവസ്ഥ. ഇങ്ങനെയുള്ള 4 ഘട്ടങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൽ രണ്ടാമത്തെ ഘട്ടമാണ് ബർസഖിയായ ലോകം. ബർസഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം മറ എന്നാണ്. ഒരു മറ, ഇതൊരു മറയാണ്. നമ്മുടെ ഈ ചുമരുകളൊക്കെ ഒരു മറയാണ്. മറ്റുള്ള ഭാഗത്തു നിന്ന്, ആ ഒരു പ്രദേശത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ഇതിനൊരു മറയുണ്ട്. എങ്കിൽ ഈ ജീവിതം കഴിയുകയും പരലോകം തുടങ്ങുകയും ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു മറ, ഈ ദുനിയാവ് കഴിയുകയും ചെയ്തു, എന്നാൽ പരലോക ജീവിതം ആരംഭിക്കുകയും ചെയ്തിട്ടില്ല. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് അവൻ എത്തിയിട്ടില്ല. ഇതിനിടയിലുള്ള ഒരു കാലഘട്ടമാണ് ബർസഖ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ പല ആളുകളും ചോദിക്കും, അങ്ങനെ ഒരു ജീവിതമുണ്ടോ? അങ്ങനെ ഒരു ജീവിതമൊക്കെ ഉണ്ടാവുമോ? മരണത്തിന് ശേഷം സ്വർഗം നരകം എന്നല്ലാതെ ഖബറിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നോ? ഉണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 99-100 ആയത്തുകൾ, ഈ 2 ആയത്തുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബർസഖ് എന്ന പേര് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഈ ഒരു ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ബർസഖ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ കുറിച്ച്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവരിൽ ആർക്കെങ്കിലും മരണമങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഖാല, അവൻ പറയുന്നതാണ് റബ്ബിർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് മടക്കിക്ക, എന്നെ ഒന്ന് മടക്കി തരണമേ എൻ്റെ ജീവിതത്തിൽ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷ വരുത്തിയതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളുണ്ട്.
അതിൽ ഞാൻ ഉപേക്ഷ വരുത്തിയതെന്താണോ അതെനിക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു സാവകാശം എനിക്ക് നൽകണമേ. ഇതാ മനുഷ്യൻ പറയുന്ന സമയത്ത് അല്ലാഹു അവനോട് പറയുന്നതാണ്, കല്ലാ കല്ലാ ഇന്നഹാ കലിമ, വേണ്ട വേണ്ട, അതൊരു വാക്ക് മാത്രമാണ്. ഹുവ ഖായിലുഹാ, അതവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. എന്നെ മടക്കി തരണമേ, എൻ്റെ ഭാര്യയാണ് അവിടെയുള്ളത്, എൻ്റെ മക്കളാണ് അവിടെയുള്ളത്, എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയായിട്ടുള്ള, എൻ്റെ കടങ്ങൾ കൊടുത്ത് വീട്ടിയിട്ടില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും ഹുവ ഖായിലുഹാ, അത് കേവലം ഒരു വാചകമായി അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വമിൻ വറാഇഹിം, അവൻ്റെ പിന്നിലുണ്ട് ബർസഖുൻ, ഒരു ബർസഖുണ്ട്, ഒരു മറയുണ്ട്. ഇലാ യൗമി യുബ്അസൂൻ, അവൻ ഉയർത്തെഴുന്നേൽപ്പ് വരുന്നതിൽ വരേക്കും, ഉയർത്തെഴുന്നേൽപ്പ് നാളിൻ്റെ സമയത്ത് അവൻ ഉയർത്തെഴുന്നേറ്റു വരുന്നത് വരേക്കുമുള്ള ഒരു മറയിലാണ് അവൻ ഉണ്ടാകുക. ഈ ഒരായത്ത് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കാം. ബർസഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുണ്ട് എന്ന്. നമ്മൾ ഉയർത്തെഴുന്നേറ്റു വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം, ഈ ലോകത്തുനിന്ന് പോകുകയും ചെയ്തു, എന്നാൽ നമ്മൾ പരലോകത്തിൻ്റെ ആ ഒരു വിചാരണയിലേക്കോ സ്വർഗ നരകത്തിലേക്കോ എത്തുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. ഇനി പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അവിടെ തീർച്ചയായും യാതൊരു കാര്യവുമില്ല, കേവലം ഒരു ഉറക്കം മാത്രമാണ്. ഇങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്താ, കുറെ ഇങ്ങനെ കിടക്കും. കാരണം മരിച്ചവരെ നമ്മൾ കാണുമ്പോഴൊക്കെ അവർ കണ്ണടച്ചുകൊണ്ട് കിടക്കുകയാണല്ലോ. അതുകൊണ്ട് ഒരു ഉറക്കം മാത്രമേ ഉണ്ടാകൂ എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിനും മറുപടി കൊടുക്കുന്നുണ്ട്. അത് കേവലം ഒരു ഉറക്കമല്ല, മറിച്ച് ബർസഖിയായ ജീവിതം, ഖബറിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും അനുഭവിക്കും. അതിൽ ശിക്ഷയോ രക്ഷയോ. നന്മ ചെയ്തവനാണെങ്കിൽ അവന് രക്ഷയുണ്ട്, തിന്മ ചെയ്തവനാണെങ്കിൽ അവന് ശിക്ഷയുമുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ ഫിർഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാചകം പറയുമ്പോൾ ആ ഫിർഔനും കൂട്ടരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അവൻ നരകത്തിൽ അനുഭവിക്കുന്ന നരകത്തിന്റെ തുടക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയാണ്, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ, നരകം രാവിലെയും വൈകുന്നേരവും അവർ അതിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. അവർക്ക് മുന്നിൽ നരകം, അല്ലെങ്കിൽ നരകത്തിന് മുന്നിൽ അവർ പ്രദർശിപ്പിക്കപ്പെടും രാവിലെയും വൈകുന്നേരവും. ഇതൊരിക്കലും യഥാർത്ഥ നരകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമല്ല പറയുന്നത്, മറിച്ച് ഈ ബർസഖിയായ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, വയൗമ തഖൂമുസ്സാഅ, അതിന്റെ ബാക്കിയാ പറയുന്നത്, വയൗമ തഖൂമുസ്സാഅ, അങ്ങനെ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം, അദ്ഖിലൂ ആല ഫിർഔൻ അശദ്ദൽ അദാബ്, ഫിർഔനിന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിക്കുക എന്നവർ കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞത് യഥാർത്ഥ നരകവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, അതിന് മുമ്പുള്ള ചില അവസ്ഥകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് നമ്മുടെ ഈ ജീവിതം സത്യമാണ് എന്നതുപോലെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു എന്നത് എത്രത്തോളം സത്യമാണോ അതുപോലെ സത്യമായ ഒരു കാര്യമാണ് നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെയൊക്കെ ഖബറിൽ ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഒരാൾ കത്തിക്കരിഞ്ഞു പോയാൽ അയാളുടെ അവസ്ഥ എന്താണ്? ഒരാൾ ഏതെങ്കിലും ഒരു പ്ലെയിൻ ക്രാഷിലാണ് പെട്ടുപോയത്, അയാളുടെ ശരീരം ഛിന്ന ഭിന്നമായി പോയി, കടലിലേക്ക് പതിച്ചു, അവിടെയുള്ള മത്സ്യങ്ങളോ സ്രാവുകളോ ഒക്കെ കടിച്ചു, അയാളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലുമില്ല, എങ്കിൽ അയാൾക്ക് ബർസഖ് ഉണ്ടോ? അയാൾക്കും ബർസഖ് ഉണ്ട്. ബർസഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിനുള്ളതല്ല, മറിച്ച് ആത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ചില അവസ്ഥകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമുക്ക് ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ചു തരാനുള്ളത്. ആ ഗൈബിയായ വിഷയങ്ങളിൽ, മതപരമായ കാര്യങ്ങളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് കൃത്യമായി മനസ്സിലാക്കലും വിശ്വസിക്കലും ഒരു മുസ്ലിമിന്റെ കടമയാണ്. എങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട കാഴ്ചകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്ർ അഫ്ദഉ മിൻഹു. ഖബറിനോളം നരിക്കമുള്ള, ഖബറിനോളം പ്രയാസമുള്ള, ഖബറിൽ അനുഭവിക്കുന്നതിനോളം ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. മാ റഅയ്തു മൻദറൻ ഖത്തു, ആ വാക്ക് നോക്ക്,
ഒരിക്കൽ പോലും അതിനോളം വലിയൊരു പ്രയാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖബർ എന്നുള്ളത് അതൊരു സത്യമായ കാര്യമാണ്. ഖബറിലുള്ള ജീവിതം എന്നത് സത്യമാണ്. ഞാനിത് പറയുമ്പോൾ ഈ ഇരിക്കുന്നവരിൽ ആരുടെയെങ്കിലും മാതാവോ പിതാവോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മരിച്ചതെങ്കിൽ 10 കൊല്ലമായി നമ്മുടെ ഉപ്പയും ഉമ്മയും ബർസഖിയായ ലോകത്താണ്. നമ്മുടെ വിട പറഞ്ഞ ആളുകൾ ഇങ്ങനെ നോക്കിക്കാണി. ഈ ദുനിയാവിലൊക്കെ നമുക്കൊരു കണക്കുണ്ടല്ലോ, മാക്സിമം പോയി കഴിഞ്ഞാൽ 100 വർഷം. അതൊക്കെ വളരെ ചുരുക്കം ആളുകൾ, വളരെ വളരെ ചുരുക്കം. നമ്മുടെ ചുറ്റുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 വയസ്സുള്ള ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ 100 അല്ല, 1000 അല്ല, 10,000 അല്ല, അതിലേറെ വർഷങ്ങളായി ബർസഖിയായ ലോകത്താണ്. അതിലേറ്റവും ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞിട്ട് ഏകദേശം 1400 കൊല്ലങ്ങൾ കഴിഞ്ഞില്ലേ? എങ്കിൽ 1400 കൊല്ലമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർസഖിലാണ്, സഹാബിമാർ ബർസഖിലാണ്. അതിനു മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ അവർ ബർസഖിയായ ലോകത്താണ്. എല്ലാവർക്കും ബർസഖ് ഉണ്ട്. നമ്മുടെ വാപ്പിയും ഉമ്മയും, വാപ്പാന്റെ വാപ്പയും ഉമ്മാന്റെ ഉമ്മയും ഒക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ 30 കൊല്ലങ്ങൾക്ക് മുമ്പ്, 40 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നാണെങ്കിൽ 40 കൊല്ലമായി അവിടെ ഉണ്ട്. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് സ്വയം ആലോചിച്ച് നോക്കി കാണി, നമ്മുടെ ഖബറിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളിവിടെ ഇങ്ങനെ ഈ ദുനിയാവിലൊരു വീട് കിട്ടാൻ വേണ്ടി എത്രത്തോളമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി എത്ര പണമാണ് നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബെഡ്റൂമിൻ്റെ വിഷയത്തിൽ, കട്ടിലിൻ്റെ വിഷയത്തിൽ, കിടക്കയുടെ വിഷയത്തിൽ, ആ കിടക്കയിൽ വിരിക്കുന്ന വിരിയുടെ വിഷയത്തിൽ, പുതപ്പിൻ്റെ വിഷയത്തിൽ, എല്ലാത്തിലും നമുക്ക് നിലപാടുകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഇല്ലേ? നമ്മുടെ വീടിൻ്റെ കളറിനെ കുറിച്ച് നമുക്ക് അഭിപ്രായങ്ങളില്ലേ? ആ വീട്ടിൽ വെക്കുന്ന നമ്മൾ നടക്കുന്ന ഭാഗത്തുള്ള ഗ്രാനൈറ്റിൻ്റെ വിഷയത്തിൽ, ടൈലിൻ്റെ വിഷയത്തിൽ നമുക്ക് നിലപാടുകളുണ്ട്. ഇന്നതായിരിക്കണം. എത്ര വീഡിയോസ് നമ്മൾ അതിനു വേണ്ടി കാണുന്നുണ്ട്, എത്ര ആളുകളോട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏത് വീടിൻ്റെ വിഷയത്തിൽ? നമ്മൾ ഏറി വന്നാൽ ഒരു 30 കൊല്ലം 40 കൊല്ലം ജീവിക്കുന്ന വീട്, അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയം, അതിൻ്റെ എഫേർട്ട്, അതിനുവേണ്ടി മാറ്റിവെക്കുന്ന സംഖ്യകൾ, ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറേ കാലം കഴിയുന്ന നമ്മുടെ ബർസഖിൻ്റെ വിഷയത്തിൽ, നമ്മുടെ ഖബറിൻ്റെ വിഷയത്തിൽ, ഖബറാകുന്ന വീടിൻ്റെ വിഷയത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ട്? നമ്മൾ ആ ഖബറിൽ ഇങ്ങനെ കിടക്കണ രംഗം, പ്രിയപ്പെട്ടവരെ, നമ്മൾ നടന്നു പോകുന്ന ആ മണ്ണിൻ്റെ ചുവട്ടിലേക്കല്ലേ നമ്മൾ പോകാനുള്ളത്? നമ്മൾ കിടക്കുന്ന ഭാഗേ, ഇവിടെ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ കിടത്തിയിട്ട് ഇതേപോലെ ഒരു ചുമര് ഇപ്പുറത്തും കെട്ടിയിട്ട് ഈ മണ്ണ് മുഴുവനായിക്കൊണ്ട് ആ ചുമരിൻ്റെ രണ്ടിൻ്റെയും ഇടയിലേക്ക് ഇറക്കിയാൽ അതല്ലേ ശരിക്കും ഖബർ? ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത, ഒരിക്കലും ഒന്നും മാറിക്കിടക്കാൻ കഴിയാത്ത, ഒന്നിനും കഴിയാത്തൊരവസ്ഥയിൽ നമ്മൾ അവിടെ കിടക്കുമ്പോൾ അവിടെ നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മുടെ ഈ ദുനിയാവിലെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും. നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത ബേജാറായിരുന്നു ഖബർ കാണുമ്പോൾ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ. നിങ്ങൾക്കറിയുമോ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു, ആ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസിൽ കാണുവാൻ സാധിക്കും. കാന ഉസ്മാനു ഇദാ വഖഫ അലാ ഖബറിൻ ബക ഹത്താ യബുല്ല ലിഹ്യതു. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു ഖബറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങൾ നനയുമാറ് കരഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കരയുന്നത്? ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തിലേക്കുള്ള ഒന്നാമത്തെ വീടാണ്, ഒന്നാമത്തെ പ്രവേശന കവാടമാണ്. ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസറ മിൻഹു. അതിലാരെങ്കിലും രക്ഷപ്പെട്ടാൽ, ആ ഖബറിൽ ആരാണോ രക്ഷപ്പെടുന്നത്, പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ അവസ്ഥയിലും അവൻ രക്ഷപ്പെടും. എന്നാൽ ഫഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശുദ്ദ മിൻഹു. അതിലാരെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ,
അവിടെ ഒരാൾ ബുദ്ധിമുട്ടാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും ആ പ്രയാസം അയാൾ അനുഭവിക്കേണ്ടി വരും എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കെടുത്തിട്ടാണ് പറയുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബർസഖിന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഖബറിന്റെ അവസ്ഥ അത് ഏത് ദിവസമാ സംഭവിക്കുക? ഞാൻ എന്നാ ഖബറിലേക്ക് എത്തപ്പെടുക? നമ്മുടെ ധാരണ, എനിക്ക് വയസ്സായിട്ടില്ല, എനിക്ക് 30 ആയിട്ടുള്ളൂ, 35 ആയിട്ടുള്ളൂ, ഇനിയും എത്രയോ കാലങ്ങൾ, എൻ്റെ വാപ്പയുണ്ട്, വല്യപ്പയുണ്ട്, വല്യമ്മയുണ്ട്, അവരുടെ എല്ലാ കാലങ്ങൾക്ക് ശേഷമല്ലേ? അല്ല, മരണം എന്നുള്ളത് അവർക്ക് മുമ്പേ ഒരു പക്ഷെ സംഭവിക്കാം. എങ്കിൽ ഇന്ന് നമ്മൾ മരിച്ചാൽ, ഇന്നലെ രാത്രി നമ്മൾ സുഖമായി സന്തോഷത്തോടു കൂടി നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ, ഇന്നൊരു പക്ഷേ രാത്രി ഒരു 8 മണിക്ക് ശേഷം നമ്മുടെ മയ്യത്ത് നമസ്കാരം നടക്കും നമ്മുടെ സമീപത്തെ പള്ളികളിൽ. ഇന്നത്തെ രാത്രി നമ്മുടെ ഒരു ആദ്യ രാത്രിയായിരിക്കും, നമ്മുടെ ഖബറിലുള്ള ആദ്യ രാത്രി. ആരുണ്ടാവുക? തലേ ദിവസം കറണ്ടില്ലെങ്കിൽ നമുക്കൊരു പക്ഷേ മൊബൈലിന്റെ വെളിച്ചമുണ്ടാകും. ഇനി അതുമില്ലെങ്കിൽ കൂടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്, ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് മരിച്ചു കഴിഞ്ഞാലേ നമ്മളെ ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെച്ച് നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവിടെ എന്താ ഉണ്ടാകുക? അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവരിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് വിദൂരത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു, മദീന പള്ളിയുടെ സമീപത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് അവിടെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്? ആ സമയത്ത് പറഞ്ഞു, പ്രവാചകരെ, ഇന്നാലിന്ന സ്വഹാബി മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ഖബർ കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് കേട്ടതും ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വസ്ത്രം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന ഭാഗത്തുനിന്ന് ആ ഖബറിന്റെ ഭാഗത്തേക്ക് ഓടിച്ചെന്നു. ബറാ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാനും ഓടി. എന്നിട്ട് ആ ഖബറിന്റെ അടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടം നിന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ നിന്നും എടുത്തിട്ടുള്ള മണ്ണ് കൂട്ടിയ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. ബറാ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകന്റെ നേരെ വിപരീതമായി, പ്രവാചകന്റെ അഭിമുഖമായി കൊണ്ട് ഞാനും നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരൊക്കെയുണ്ട് എന്നല്ല, ആ ഖബറിന്റെ സമീപത്ത് ആരൊക്കെ ഉണ്ട് എന്നല്ല നബി നോക്കുന്നത്. നബി ആ ഖബറിന്റെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. ഫജലസ അലാ ശഫീരിൽ ഖബർ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ നിന്നും മണ്ണ് മാറ്റിയിട്ടുള്ള ഭാഗത്ത് വന്നിരുന്നു. ഫബകാ ഹത്താ ബല്ലസ്സറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂട്ടി വെച്ചിട്ടുള്ള മണ്ണുകൾ നനയുമാറ് കരഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിഞ്ഞ സ്വരത്തിൽ സ്വഹാബത്തിനോട് പറയാണ്, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, അല്ലയോ സഹോദരങ്ങളെ, ഇതാ ഈ ഒരു ദിവസത്തിന് വേണ്ടി, നിങ്ങളുടെ സഹോദരൻ പോകുന്ന ഈ ഒരു ദിവസമില്ലേ, ഇതുപോലുള്ള ഒരു ദിവസത്തിന് വേണ്ടി ഫഅഇദ്ദു, നിങ്ങൾ തയ്യാറെടുത്തോളൂ, നിങ്ങളൊന്ന് റെഡി ആയിക്കോ. എന്താണ് ആ വാചകം? നമുക്ക് ഉറപ്പുള്ളത്, നമ്മുടെ ദുനിയാവിലെ വീടിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും നമുക്ക് പറയാൻ കഴിയൂല. നമ്മുടെ ജോലിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ്, ആ കോഴ്സ് പൂർണ്ണമാക്കി ഞാൻ ഇന്ന ജോലിയിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കൂല. നമ്മുടെ യാത്രയുടെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയൂല. എന്നാൽ ഉറപ്പ് പറയാൻ പറ്റുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താണെന്നറിയോ? നമ്മൾ എത്രയൊക്കെ ഓടിയാലും മരണം നമ്മളെ പിടികൂടുമെന്നുള്ളത്, നമ്മൾ എത്രയൊക്കെ മാറിപ്പോയാലും ആ ഖബറിലേക്ക് തന്നെ നമ്മൾ എത്തപ്പെടുമെന്നുള്ളത്, അവിടെ തീർച്ചയായും വിചാരണയുണ്ട് എന്നുള്ളത്. ആ ഖബറിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ കൂടി കേട്ടോ. ഒരു പക്ഷേ നമ്മൾ നേർക്ക് നേരെ കാണുന്നില്ല, പക്ഷേ ഗൈബിയായ വിഷയങ്ങൾ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോണ്ടായ സംഭവം. ആരാണ് സഅദ് ബിൻ മുആദ്? ഏകദേശം 30-31 വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് 35-36 വയസ്സിൽ ഇസ്ലാമിൽ നിന്ന് അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത്, ഷഹീദാകുന്ന സമയത്ത് കേവലം 5 വർഷങ്ങൾ കൊണ്ട്
ഇസ്ലാമിന്റെ തങ്കലിപികളിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് നടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ബിൻ മുആദ്. അല്ലാഹുവിന്റെ അർശ് ഇങ്ങനെ ഒരു പ്രകമ്പനം കൊണ്ടിട്ടുണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണത്താൽ, മിൻ ഫരിഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ സന്തോഷം കാരണത്താൽ, സഅദ് ബിൻ മുആദിനോടുള്ള ഇഷ്ടം കാരണത്താൽ ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇന്നലിൽ ഖബരി ലളഗ്തൻ. തീർച്ചയായും ഏതൊരു മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാലും ശരി, ആ ഖബറിനൊരു നെരിക്കലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരലുകൾ ചേർത്ത് വെച്ചിട്ടാ പറയണത്, രണ്ട് ഭാഗത്തു നിന്നും ഖബറങ്ങ് കൂടിച്ചേരും. ഒരു പക്ഷേ ആ ഖബറിന്റെ സമീപത്ത് നിൽക്കുന്ന ആളുകൾ കാണണമെന്നില്ല, പക്ഷേ അതിനൊരു നെരിക്കലുണ്ട് എന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ കാന അഹദൻ നാജിയൻ മിൻഹാ നജാ മിൻഹാ സഅദ് ബിൻ മുആദ്. ആ ഒരു ഖബറിന്റെ നെരിക്കലിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നജാ മിൻഹാ സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടിട്ടില്ല. ആ നെരിക്കലുണ്ടായിട്ടുണ്ട്, പക്ഷേ അള്ളാഹു ലഘൂകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ഖബറിന്റെ വേദനകളിൽ നിന്നും അതിൻ്റെ ശിക്ഷകളിൽ നിന്നും അള്ളാഹു നമുക്കും ലഘൂകരണം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു ഖബർ വരാനുണ്ട് എന്നാണെങ്കിൽ ആ ഖബറിൽ ഒറ്റക്കാകുക എന്നത് മാത്രമല്ല, ആ ഖബറിൽ ചില കൂട്ടുകാരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും. ഖബറിൽ കൂട്ടുകാരുണ്ടാകും. പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഖബറിൽ ഒറ്റക്കായിരിക്കും, ഖബറിൽ വ്യക്തി എന്ന നിലയ്ക്ക് ഒറ്റക്കായിരിക്കും, പക്ഷേ അവർക്ക് ചില കൂട്ടുകാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബരിഹി, ഒരു മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, ഇന്നഹു യസ്മഉ ഖഫ്ഖനി ആലിഹിം ഹീന യുവല്ലൂന അൻഹു, അവനെ കൊണ്ടുവന്ന ആളുകൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ ആ തിരിഞ്ഞു പോകുന്നവരുടെ ചെരിപ്പടി ശബ്ദം കേൾക്കുമാർ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, ഫഇൻ കാന മുഅ്മിന, അവൻ സത്യവിശ്വാസിയാണെങ്കിൽ, കാനത്തി സ്വലാ ഇൻദ റഅസിഹി, നമസ്കാരം അവന്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കും. വകാന സിയാമു അൻ യമീനിഹി, അവൻ എടുത്തിട്ടുള്ള നോമ്പുകൾ അവന്റെ വലതുഭാഗത്ത് വന്ന് നിൽക്കും. വകാനത്തി സകാത്തു അൻ ശിമാലിഹി, അവന്റെ ഇടത് ഭാഗത്തേക്ക് സകാത്തും വന്ന് നിൽക്കും. വകാന ഫീലുൽ ഖൈറാത്ത് മിനസ് സദഖ വസ്സില വൽ മഅറൂഫ് വൽ ഇഹ്സാൻ ഇലൻ നാസി ഇൻദ റിജ്ലൈ, അവൻ ചെയ്തിട്ടുള്ള കുടുംബ പ്രവർത്തനങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ചേർക്കൽ, നന്മകൾ ചെയ്യൽ, ഇതെല്ലാം അവന്റെ കാലിന്റെ ഭാഗത്തും വന്ന് നിൽക്കും. അവന്റെ കൂട്ടുകാരായിക്കൊണ്ട്, അവന്റെ കൂട്ടുകാരായിട്ട് വരും. അഥവാ അദാബുകൾ വരുന്ന സമയത്ത് അവന്റെ നമസ്കാരം തടുത്തു നിർത്തും, നോമ്പ് തടുത്തു നിർത്തും, സകാത്ത് തടുത്തു നിർത്തും, അവന്റെ നന്മകൾ തടുത്തു നിർത്തും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട കൂട്ടുകാരൊക്കെ നമ്മുടെ ഖബറിൽ ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ പുണ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു പക്ഷേ മുസ്ലിം എന്ന നിലയ്ക്ക് ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ കാണുന്നത് നിസ്കാരമാണല്ലോ. നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ? ഇന്നത്തെ സുബ്ഹ് നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ? ഇന്നത്തെ സുബ്ഹ് ജമാഅത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇന്നലത്തെ ഇശാഉം മഗ്രിബും അസ്റും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു പേരിന് മാത്രം പോകുന്നൊരവസ്ഥ. ഞാൻ നിസ്കരിക്കുന്ന ആളുകളുടെ അവസ്ഥയിൽ പറയാം, നിസ്കരിക്കാത്ത ആളുകളുടെ വിഷയത്തിലല്ല. നിസ്കരിക്കുന്നവരാ നമ്മൾ. നമ്മുടെ എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഒഴിവുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒന്നാണോ നിസ്കാരം? അതല്ല, ഒഴിവുണ്ടാക്കി ചെയ്യേണ്ട ഒന്നാണ്. ഈ ലോകത്തേക്ക് നമ്മൾ വന്നിട്ട് ആകെ നമ്മളെ കയ്യിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കർമ്മ നിസ്കാരത്തിൻ്റെ വിഷയം. ഇനി നോമ്പിൻ്റെ കാര്യമോ? കഴിഞ്ഞ റമദാൻ കഴിഞ്ഞപ്പോൾ പിന്നെ നോമ്പെടുത്തിട്ടില്ല. റമദാനിലുള്ള മാത്രം ആ ഒരു നോമ്പ് മാത്രമാണ് നമുക്ക് പരിചയമുള്ളത്. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. സ്വതക്കയുടെ കാര്യം പോട്ടെ, സക്കാത്തിൻ്റെ കാര്യം എവിടെയാണുള്ളത്? നമസ്കാരത്തിൻ്റെ കൂടെ എണ്ണി പറഞ്ഞിട്ടുള്ളതാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തെയും സക്കാത്തിനെയും ചേർത്തെണ്ണിയിട്ടുണ്ട്. ഖുർആനിലെ ഇരട്ടകൾ എന്ന് പറഞ്ഞിട്ട്, ഇഖാമത്തുസ് സ്വലാ വ ഈതാഇസ് സക്കാ, നമസ്കാരം നിങ്ങൾ നിലനിർത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ 80-ലധികം തവണ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എണ്ണി പറഞ്ഞിട്ടുള്ളത് എന്താ? സക്കാത്തിൻ്റെ കാര്യം. അത് പറയുമ്പോൾ തന്നെ നമ്മൾ അതൊക്കെ എന്തിനാ എന്നോട് പറയേണ്ട ആവശ്യം?
എൻ്റെ കയ്യിലൊന്നും അതിന് മാത്രം സാമ്പത്തിക സ്ഥിതിയില്ല. നമ്മൾ ഇന്ന് വരെ അന്വേഷിച്ചിട്ടില്ല ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളാണോ എന്നുള്ളത്, സക്കാത്തിൻ്റെ കണക്ക് എത്രയാണെന്നുള്ളത്, ഞാൻ എത്രയാണ് കൊടുക്കേണ്ടി വരിക എന്നുള്ളത്. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കിക്കാണും. സക്കാത്തിൻ്റെ വിഷയത്തിൽ ഇന്ന് വരെ നമ്മളൊന്ന് അറിയേണ്ട രൂപത്തിൽ അറിയാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ? ആ സക്കാത്ത് കൊടുക്കാത്ത ആളുകളുടെ വിഷയത്തിൽ അവർ അവരുടെ സ്വർണങ്ങളും വെള്ളികളുമൊക്കെ അവരുടെ നിധിയായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുക, അവരുടെ ബാങ്ക് ബാലൻസിൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക, അവരുടെ കുറികളിലും മറ്റുമൊക്കെയായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. നാളെ പരലോകത്ത് സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ സക്കാത്ത് കൊടുക്കാതെ കടന്നു വരുന്നൊരു രംഗമുണ്ട്. ഈ ദുനിയാവിൽ കൊടുക്കേണ്ടവരായിരുന്നു അവർ, പക്ഷെ കൊടുത്തില്ല. അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അവരെടുത്തു വെച്ചിട്ടുള്ള നിധികളും അവരെടുത്തു വെച്ചിട്ടുള്ള കെൻസുകൾ, സൂക്ഷിപ്പ് സ്വത്തുക്കൾ, അതൊക്കെ അവരുടെ തലക്ക് മുകളിൽ ഒരു പാമ്പിനെ പോലെ നിൽക്കും. വലിയ പല്ലുകളുമായി കൊണ്ട് ആ പാമ്പ് നിൽക്കും. ഹദീസ പറയുന്നത്. എന്നിട്ട് അവൻ്റെ മുഖത്തെ കാഞ്ഞു കൊത്തിക്കൊണ്ട് പറയും, അന കെൻസുക അന മാലുക, ഞാൻ നിന്റെ നിധിയാണ്, ഞാൻ നിന്റെ സമ്പത്താ, നീ എടുത്തു വെച്ചിരുന്നില്ലേ ആർക്കും കൊടുക്കാതെ കണക്ക് നോക്കാതെ എടുത്തു വെച്ചത്, അതാണ് ഞാൻ. എന്തായിരിക്കും നമ്മുടെ പരലോകം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബർസഖിയായ ലോകത്ത് ഖബറിൽ നമ്മൾ പ്രയാസപ്പെടാതിരിക്കണമെങ്കിൽ, നമുക്കവിടെ കൂട്ടുകാരെ ലഭിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട ഓരോ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു ഘട്ടമായ ബർസഖിയായ ഘട്ടത്തെക്കുറിച്ചും അവിടെ രക്ഷപ്പെടാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഓർമ്മപ്പെടുത്തിയത്. ഖബർ എന്ന വാക്ക് കേൾക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ് ഖബർ സിയാറത്ത് എന്നുള്ളത്. ഒരു പക്ഷേ ആ ഒരു പദം നമ്മൾ കേട്ടിട്ടുണ്ടാകും. സിയാറത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സാറ എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു, സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം, ഖബർ സന്ദർശിക്കുക എന്നുള്ളത്. ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യം, സുന്നത്താക്കി പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഖബർ സിയാറത്ത് എന്നുള്ളത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, അതിൻ്റെ മഹത്വം അറിയാത്ത ഒരു ഭാഗം ഇതിനെ എതിർക്കുക എന്നുള്ളതും, അതിൻ്റെ മഹത്വം കൃത്യമായി ബോധ്യപ്പെടാതെ അതിൽ വേറെ പല കാര്യങ്ങളും ഹറാമുകളും ബിദ്അത്തുകളും ചെയ്യുന്ന മറ്റൊരു ഭാഗം വേറൊരു ഭാഗത്തുമായിട്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് വിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഹദീസിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, നഹയ്തുക്കും അൻ സിയാറത്തുൽ ഖുബൂർ, നാം നിങ്ങൾക്ക് ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ തൗഹീദും ശിർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, ആളുകൾ ഇങ്ങനെ ദീന് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ, അവർക്ക് പൂർണ്ണമായി ദീനെത്തട്ടെ എന്ന നിലയ്ക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. പക്ഷെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക മാത്രമല്ല, എല്ലാ ദിവസവും രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ സമീപത്തുള്ള ബഖീയിലേക്ക് പോകും. ധാരാളമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ശരിക്ക് ഖബർ സിയാറത്ത്? എന്തിനാണ് ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുള്ളത്, സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത്? അതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം. രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ അതിൽ എണ്ണുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കൃത്യമായിട്ട് പറഞ്ഞു, നഹയ്തുക്കും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറൂഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്. ഒന്നാമത്തെ കാര്യം മരണത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ഖബർ സിയാറത്ത് നടത്തുന്നത് അയാളുടെ മരണം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അയാളുടെ ഉമ്മയുടെ ഖബറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ
ബാപ്പയുടെ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, കൂട്ടുകാരന്റെ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, നാട്ടുകാരുടെ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾക്ക് ബോധ്യപ്പെടുകയാണ്, ഇതാ എന്നെപ്പോലെ ഈ ഭൂമിയുടെ പരപ്പിൽ നടന്ന ആളാണ്. കുടുംബവും കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിതാ ഒന്നുമില്ലാത്തൊരവസ്ഥയില്ല. ഇതുപോലെ ഞാനും പോകേണ്ട ആളാണ്. ഈ ഒരു ബോധ്യപ്പെടൽ, മരണത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യപ്പെടൽ, നമ്മുടെ പരലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യപ്പെടൽ, അതിനു വേണ്ടിയാണ് ഖബർ സിയാറത്ത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വാചകം. എന്തിനാണ് ഖബർ സിയാറത്ത് എന്ന് വെച്ചാൽ, ഒരാളുടെ ഹൃദയം അശ്രദ്ധയിലാകുക, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോവുക, ഈ ദുനിയാവിനോട് വല്ലാത്ത താല്പര്യം തോന്നുക. അങ്ങനത്തെ ഒരു അവസ്ഥ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിനക്ക് ദുനിയാവ് മതിയാകാത്തൊരവസ്ഥ തോന്നുന്നുണ്ടെങ്കിൽ, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ, നീ വേഗം ചെല്ലും, ഖബറിൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പം നിനക്ക് മനസ്സിലാകും, നിന്റെ വേണ്ടപ്പെട്ട പല ആളുകളും അവിടെ ഉണ്ട്. ഈ ദുനിയാവിന് വേണ്ടി ഓടിയവരാണ്, പക്ഷേ ആ ദുനിയാവ് നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ദുനിയാവിൽ പലതും പ്രവർത്തിച്ചവരാണ്, പക്ഷേ ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോധ്യപ്പെടൽ നിന്റെ മനസ്സിലേക്ക് വരും. അതാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാര്യമെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഖബർ സിയാറത്തിലൂടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ കാര്യം, ആ ഖബറിലുള്ള വിശ്വാസിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഖബറിലുള്ള വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശനത്തിന് വേണ്ടി പോകുമ്പോൾ ആ ഖബർ കാണുമ്പോഴേക്ക് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നടത്തും. അസ്സലാമു അലൈക്കും യാ ദാര ഖൗമിൽ മുഅ്മിനീൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ, വലിയ പ്രാർത്ഥനകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അത് വിശ്വാസി നിർവഹിക്കേണ്ടതാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഖബർ സിയാറത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു വെള്ളിയാഴ്ചയിലേക്ക് മാത്രം ചുരുക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല ഒരു വെള്ളിയാഴ്ച ഒരു പ്രത്യേകമായൊരു സുന്നത്ത് ഖബർ സിയാറത്തിൻ്റെ വിഷയത്തിൽ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും നടത്തിയിട്ടുണ്ട്, എല്ലാ രാത്രികളിലും നടത്തിയിട്ടുണ്ട്. ഹദീസുകളിൽ കാണാൻ പറ്റും. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ എൻ്റെ അടുക്കൽ കിടക്കും, പക്ഷേ കുറച്ച് കഴിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോകും. ഞാൻ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർസ്ഥാൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യമാണ്. അതുണ്ട് പ്രിയപ്പെട്ടവരെ, ഖബർ സിയാറത്തുണ്ട്. പക്ഷേ അത് ഖബറാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഖബറാളിയോടുള്ള പ്രാർത്ഥനയല്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പലപ്പോഴും ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞ ഒരു ബോർഡ് വന്നാൽ അത് ഇന്നാലിന്ന അജ്മീറിലേക്ക്, ഇന്ന നാഗൂരിലേക്ക്, ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലങ്ങളിലേക്ക്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അതൊരിക്കലും ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് നടത്താൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മക്ക് വേണ്ടി, ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ വേറെ ഇല്ല. എന്നാൽ ഈ പറഞ്ഞ നാഗൂരിലേക്കും അജ്മീറിലേക്കും മറ്റുള്ള പല സ്ഥലങ്ങളിലേക്കും പോകുന്നതോ നമ്മുടെ ആവശ്യങ്ങൾ അവരോട് പറയാൻ വേണ്ടിയിട്ടാ, നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയാ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന് വിരുദ്ധമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹിനോടാണ് തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞത്. അതാ ഖുർആൻ പഠിപ്പിക്കണത്, അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ അടിമകളാണ് നമ്മളെങ്കിൽ, അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ, നമ്മളെ സംവിധാനിച്ചതെങ്കിൽ, നമുക്ക് ജീവൻ നൽകിയതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബാണ് നമുക്ക് നൽകുന്നതെങ്കിൽ, നമ്മളെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ആ റബ്ബിനോട് പറഞ്ഞാൽ പോരെ. നമ്മളിപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, ഈ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത് ആരോടാ? അള്ളാഹിനോടാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോടാ. നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ ആരോടാ? അള്ളാഹിനോടാണ്. നമ്മൾ വാഹനത്തിലേക്ക് കയറുന്നു, ആ സമയത്ത് ആരോടാ പ്രാർത്ഥന? അള്ളാഹുവിനോടാ. യാത്രക്കാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ്. ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹിനോടാ. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും രാവിലെ കണ്ണ് തുറന്ന് നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. ആരോടാ? അള്ളാഹിനോടാണ്.
എങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ മുഴുവൻ സമയത്തും എല്ലാം കേൾക്കാൻ കഴിവുള്ള ആ റബ്ബിലേക്ക് നമ്മുടെ കൈകൾ ഉയരണം, നമ്മുടെ ഖൽബ് ആ റബ്ബിലേക്ക് മാത്രമാവണം. എങ്കിൽ നമുക്ക് യഥാർത്ഥ വിശ്വാസിയായി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസിയായി നീങ്ങാൻ നമുക്ക് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മെയും അവരെയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മരണത്തിന് ശേഷം നമ്മളെത്തപ്പെടുന്ന ഖബർ, അവിടെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖബറിൻ്റെ ഇടുക്കലിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മരണം അത് യഥാർത്ഥ ഒരു ദീനിയായി കൊണ്ടുള്ള ഒരു ഈമാനുള്ള ഒരു മരണം അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ the soulmate. Peace Radio, tune to reality.